കേരളത്തിൽ സ്വർണ്ണവില ഇന്ന് മാറ്റമില്ലാതെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം രാവിലെ വില ഉയർന്നെങ്കിൽ വൈകിട്ട് കുറയുകയാണ് ഉണ്ടായത്. 22 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 14,475 രൂപയാണ് ഇന്നത്തെ വിപണി വില. കേരളത്തിൽ വലിയ കുതിച്ചുചാട്ടമാണ് രണ്ടാഴ്ച മുൻപ് സ്വർണ്ണവിലയിലുണ്ടായത്. 1,31,000 രൂപ വരെ ഒരു പവൻ സ്വർണത്തിന്റെ വില ഉയർന്നു. എന്നാൽ പിന്നീട് പെട്ടെന്ന് താഴ്ന്ന് 1,07,000 സ്വർണം വീഴുകയും ചെയ്തു. എന്നിരുന്നാലും പിന്നീട് നേരിയ തോതിൽ വില ഉയർന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഈ ദിനങ്ങളിലെല്ലാം ഒരു ദിവസം 2 തവണ വീതം വില മാറിയിട്ടുണ്ട്. അപൂർവമായി 4 തവണ വില മാറിയ ദിവസങ്ങളുമുണ്ട്. അതേസമയം ഇന്ന് കേരളത്തിൽ സ്വർണ്ണവിലയിൽ മാറ്റമില്ല. കുറച്ചു ദിവസങ്ങൾക്കിടെ വിലയിൽ മാറ്റമില്ലാത്തൊരു ദിവസമാണിന്ന്. എന്നാൽ ഇതിന് അല്പായുസേ ഉണ്ടാകൂ എന്നാണ് വിലയിരുത്തൽ. വൈകാതെ വിലയിൽ ചാഞ്ചാട്ടം പ്രതീക്ഷിക്കാം. തിങ്കളാഴ്ച 2 തവണ വില മാറിയിരുന്നു. രാവിലെ ഉയർന്നെങ്കിൽ വൈകിട്ട് വില കുറയുകയാണ് ചെയ്തത്. കേരളത്തിൽ 22 ക്യാരറ്റ് സ്വർണം 1 ഗ്രാമിന് 14,475 രൂപയാണ് ഇന്നത്തെ വിപണി വില. പവന് 1,15,800 രൂപയിലാണ് വ്യാപാരം നടക്കുന്നത്. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 11,895 രൂപയും പവന് 95,160 രൂപയുമാണ് നിലവിലെ നിരക്ക്. ഒപ്പം 14 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 9,260 രൂപയും പവന് 74,080 രൂപയും വില വരുമ്പോൾ 9 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 5,970 രൂപയും പവന് 47,760 രൂപയും നൽകേണ്ടതുണ്ട്. അതേസമയം വെള്ളിയുടെ വിലയിൽ ഇന്ന് ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. ഗ്രാമിന് 290 രൂപയാണ് ഇന്നത്തെ വില. രാജ്യാന്തര വിപണിയിൽ ഡോളർ 97 താഴേക്ക് വീണത് സ്വർണ്ണവില ഉയരാൻ ഇടയാക്കുമെന്നാണ് കരുതിയത്. എന്നാൽ രൂപയുടെ മൂല്യം അല്പം ഉയർന്നത് ആശ്വാസമായി. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 90.7 എന്ന നിരക്കിലാണ്. ഡോളർ രൂപ മൂല്യം ഒത്തുനോക്കിയാണ് കേരളത്തിലെ ജ്വല്ലറി വ്യാപാരികൾ സ്വർണ്ണവില നിശ്ചയിക്കുന്നത്. രാജ്യാന്തര വിപണിയിലും സ്വർണ്ണത്തിന് വില കുറഞ്ഞിട്ടുണ്ട്. $5,021 പുതിയ നിരക്ക്. വ്യാപാരം തുടരുന്നതിനാൽ ഇതിൽ വീണ്ടും മാറ്റം പ്രതീക്ഷിക്കാം. അതേസമയം ആഗോള വിപണിയിൽ വില കുറഞ്ഞെങ്കിലും കേരളത്തിൽ വില താഴ്ന്നിട്ടില്ല എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. രൂപ ഇനിയും കരുത്താർജിച്ചാൽ കേരളത്തിൽ സ്വർണ്ണവില കുറയും. കേരളത്തിൽ ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പവൻ വില 1,17,760 രൂപയാണ്. ഏറ്റവും കുറഞ്ഞത് 1,07,920 രൂപയും. ഈ വിലയിൽ നിന്ന് 7,780 രൂപ കൂടുതലാണെന്ന്. വില കുറഞ്ഞ വേളയിൽ വാങ്ങിയവർക്ക് ഇത്രയും രൂപ ലാഭമായി എന്ന് ചുരുക്കം. ഇന്ന് വില മാറിയില്ലെങ്കിലും വൈകാതെ മാറ്റം വരുമെന്നാണ് വിപണി നിരീക്ഷകരുടെ അഭിപ്രായം. ഇറാനും അമേരിക്കയും നടത്തുന്ന ചർച്ച അലസിപ്പിരിഞ്ഞാൽ സ്വർണ്ണവില വീണ്ടും ഉയരും. ബുധനാഴ്ച ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വാഷിംഗ്ടണിലെത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണുന്നുണ്ട്. ഈ ചർച്ച പശ്ചിമേഷ്യയിലെ സംഭവവികാസങ്ങളിൽ നിർണായകമാണ്. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.